ഇന്ന് ചുക്കുട്ടിക്കായ വെച്ചിട്ട് അഥവാ മണിത്തക്കാളിന്നോ മടത്തക്കാളിന്നോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. സംഭവം എനിക്കിതിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയില്ല. നമ്മുടെ കേരളത്തിൽ ഇതിനെന്താണോ വിളിക്കുന്നത് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കൊന്ന് അറിയാനാണ്. ഞാനെന്തായാലും ഇതിനെ ചുക്കുട്ടിക്കായ എന്നാണ് വിളിക്കാറ്. അപ്പോൾ എന്തായാലും ചുക്കുട്ടിക്കായ വെച്ചിട്ട് ഇന്ന് പുളിക്കറി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. ഇതിനെ ചുക്കുട്ടിക്കായ ക്ലീൻ ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഉലുവയും കടുകും പൊട്ടിച്ചിട്ട് വെളുത്തുള്ളി, ചെറിയുള്ളി, കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ നല്ല മൊരിയിച്ചെടുത്തതിന് ശേഷം കഴുകി വെച്ചിട്ടുള്ള ഈ ചുക്കുട്ടിക്കായം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ക്രിസ്പി ആക്കിയിട്ട് എടുക്കണം കേട്ടോ. കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യണം. ഇതിൽ വെള്ളത്തിൻ്റെ അംശമുള്ളത് കൊണ്ട് ഹൈ ഫ്ലെയിമൊക്കെ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. എന്നിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഒരു 3 മസാല ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ആ ഒരു പച്ചമണം പോയതിന് ശേഷം കുറച്ചൊരു ലെമൺ സൈസിലുള്ള പുളി എടുത്തിട്ട് വെള്ളത്തിലൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണയൊക്കെ പിരിഞ്ഞ് വരുന്ന വരയ്ക്ക് അത് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു ഹാഫ് മൂടി തേങ്ങ എടുത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ പേസ്റ്റ് പോലെ അടിച്ചിട്ട് അതിൽ ആഡ് ചെയ്യാം കേട്ടോ. തേങ്ങ ഫുൾ ഇങ്ങനെ ഇടാൻ താല്പര്യമില്ലെങ്കിൽ തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ചാൽ മതി. എന്നിട്ട് ഒരു തക്കാളിയും കൂടി അതിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കാം കേട്ടോ. കറി എന്തായാലും കുറച്ച് തിക്കായിട്ട് ഉണ്ടാവണം, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. ബൈ.